അതിനിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കിളിമാനൂർ അടയമൺ UP സ്കൂളിലെ ബൂത്ത് നമ്പർ 102-ൽ വോട്ടിംഗ് വൈകുകയാണ്. 2 മണിക്കൂറോളമായി വോട്ടർമാർ വരി നിൽക്കുകയാണ്. ജിബിൻ JB വിവരങ്ങളുമായി. ജിബിൻ, അവിടെ വോട്ടിംഗ് മെഷീന്റെ തകരാറാണോ പ്രശ്നം? ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ കിളിമാനൂർ അടയമൺ UP സ്കൂളിലെ ബൂത്തിലാണ് 102-ാം നമ്പർ ബൂത്തിലാണ് മണിക്കൂറുകളായി ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്നത്. ഇവിടെ പ്രധാനമായും ക്യൂവിൽ നിൽക്കുന്നവരുടെ പരാതി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതിൽ വൈകുന്നു. ഇത് കാരണമാണ്, അതായത് ഒരാൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം 5 മിനിറ്റോളം ഒരാൾക്ക് വോട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എടുക്കുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആരോപിക്കുന്നത്. എന്തായാലും വലിയ ഒരു ക്യൂ ആണ് ഈ സ്കൂളിൽ കാണാൻ സാധിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് നേരത്തെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 3 മണിവരെ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും ഏകദേശം 65% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മാത്രമാണ് അത് 60-നോട് അടുക്കുന്നതേ ഉള്ളൂ. 58% മാത്രമാണ് ഈ 3 മണി വരെയുള്ള ഔദ്യോഗിക കണക്കിലുള്ളത്. പക്ഷേ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പല സ്കൂളുകളിലും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഈ ഇടമൺ സ്കൂളിൽ ഉള്ളതുപോലെ തന്നെ നീണ്ട ക്യൂ എല്ലായിടത്തും ഉണ്ട്. അതിന് പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്യാനായി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം, അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ ഉണ്ടാകുന്നു. ഇത് പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അനാസ്ഥയാണോ പ്രവർത്തന പരിചയ കുറവാണോ? ഇത് നമ്മൾ കഴിഞ്ഞ പുതുപ്പള്ളിയിലൊക്കെ ഇത് സമാനമായ പ്രശ്നം കണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ഉദ്യോഗസ്ഥർ പുതുമുഖക്കാരൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഇതിന്റെ കൂടുതൽ ജാഗ്രതപ്പെടുന്നുള്ള പ്രശ്നം കൂടിയാവണം. അത് പ്രൊസീജിയർ വല്ലാതെ പതുക്കെയാവുകയും അങ്ങനെ പതുക്കെയാവുമ്പോൾ ഒരാൾക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടാവണം. പക്ഷേ ഞാൻ പറഞ്ഞത് പുതിയ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ പരിശീലനം കിട്ടിയെങ്കിൽ കൂടിയും അത്തരത്തിലൊരു വഴക്കം വരാനുള്ള സമയം ആയിട്ടുണ്ടാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.